ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? സൗണ്ട് എല്ലാം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് സൈക്കോളജിയാണ് അല്ലെ ചർച്ച ചെയ്യുന്നത്. സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതും സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സമായോജന ക്രിയാതന്ത്രങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അഥവാ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നും ഈ ഒരു സമായോജന ക്രിയാതന്ത്രങ്ങളെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. നമുക്ക് കേട്ടിട്ട് എക്സാമിനായാലും അതുപോലെ തന്നെ LP UP എക്സാമിനായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കിനി ഈ പാഠത്തിലേക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് എന്താണ് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പൊ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൈക്കോളജിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരുപാട് ഉത്കണ്ഠകളിലൂടെയും അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളിലൂടെയും ഒരുപാട് വേദനിപ്പിക്കുന്ന ചിന്തകളിലൂടെയും എല്ലാം കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം എന്താണ് ഒരു സ്വയം സംരക്ഷണം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാണ് ആ ഒരു വ്യക്തി ഇത്തരം ചിന്തകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെയാണ് നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് സമായോജന ക്രിയാതന്ത്രം? നമ്മുടെ അബോധ മനസ്സ് സ്വയം സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. എന്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട്? നമ്മൾ കടന്നു പോകുന്ന വേദനകളിലൂടെയും ഉത്കണ്ഠകളിലൂടെയും മാനസിക പിരിമുറുക്കത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത്. അപ്പൊ ഈ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ അബോധ മനസ്സ് തന്നെ സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ. ഈ ഒരു സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലെ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്നൊരു ടോപ്പിക് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ പറയുന്ന മറ്റൊരു പേരാണ് പ്രതിപൂർത്തി എന്നും ഇത് അറിയപ്പെടാറുണ്ട്. എന്താണ് അനുപൂരണം? അനുപൂരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയങ്ങളോ പോരായ്മകളോ ഉണ്ടായി എന്നിരിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള പോരായ്മകളെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോരായ്മകളെ മറച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്? മറ്റൊരു മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ മറ്റൊരു മേഖലയിൽ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മേഖലയിലെ തന്റെ പോരായ്മകളെ മറച്ചു വെക്കുന്നതിനെയാണ് അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പഠനത്തിൽ ഒരു കുട്ടി പിന്നോക്കം നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടി തന്റെ കഴിവ് കലാപ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളിലോ മികവ് പുലർത്തുകയാണെങ്കിൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കലാപ്രവർത്തനങ്ങളിലായിട്ടോ അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളിലായിട്ടോ തന്റെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മികവ് കാട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് അനുപൂരണം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വരുന്നൊരു കാര്യമാണ്, ഇത്തരത്തിൽ വരുന്നൊരു പ്രതിരോധ സംവിധാനമാണ് അനുപൂരണം. അപ്പൊ അടുത്തതായിട്ട് ഈ ഒരു അനുപൂരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അതാണ് അടുത്തൊരു പ്രതിരോധ സംവിധാനമാണ് ദമനം അഥവാ റിപ്രഷൻ. ദമനം അഥവാ റിപ്രഷൻ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാനസിക പിരിമുറുക്കങ്ങളും വിഷമങ്ങളും അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. ഓരോ വ്യക്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നവയാണോ? അല്ല. നമ്മൾ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നമ്മളുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ദമനം അഥവാ റിപ്രഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ട്രോമയൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു ആക്സിഡന്റ് നമ്മൾ കാണുക അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് നമ്മൾ ഓർക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം
നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ അബോധ മനസ്സിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുകയാണ്. ഇതിനെയാണ് ധമനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രോമയും അതുപോലെ തന്നെ സാക്ഷാത്കരിക്കാൻ ആവാത്ത ആഗ്രഹങ്ങൾ. ഓരോ വ്യക്തികൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടന്നു എന്ന് വരില്ല, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നടക്കാത്ത ആഗ്രഹങ്ങൾ പിന്നെ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കില്ല. അപ്പൊ നമ്മളത് എന്ത് ചെയ്യാണ്? തൽക്കാലത്തേക്ക് നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ധമനം അഥവാ റിപ്രഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനം തന്നെയാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ധമനത്തിൽ ആൻസർ ആയിട്ട് വരുന്നത് കാണാം. ഇനി യുക്തീകരണം, അടുത്തൊരു പ്രതിരോധ സംവിധാനമാണ് യുക്തീകരണം. ഇതിനെ റാഷണലിസം എന്നും പറയും. അപ്പൊ എന്താണ് യുക്തീകരണം? ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിരിക്കാം, കഴിവുകേടുകൾ ഉണ്ടായിരിക്കാം, ബലഹീനതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോ നമ്മളെ പരാജയങ്ങളൊക്കെ, ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ, തന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു എന്നിരിക്കട്ടെ, അതെല്ലാം സമ്മതിച്ചു തരാൻ കുറച്ച് മടിയുള്ളവരുണ്ടായിരിക്കും. അത് പോരാതെ തന്റെ പരാജയങ്ങൾ ന്യായീകരിക്കുകയാണ്. എന്തായാലും അയാൾക്കൊരു പരാജയം നേരിട്ടു, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ബലഹീനത ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത്തരത്തിലുള്ള ബലഹീനതകളെയും പരാജയങ്ങളെയും അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അത് നല്ലതാണ്, അത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു സംഭവിച്ചത് ആ ഒരു പരാജയം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ഒരു തന്ത്രമാണ് യുക്തീകരണം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ടൊരു സസ്പെൻഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ സസ്പെൻഷൻ കിട്ടുമ്പോൾ അതെന്തായാലും അദ്ദേഹത്തിന് അത്ര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമല്ലല്ലോ. അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒട്ടും സന്തോഷകരമല്ലാത്തൊരു കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാവുമ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിച്ചാണ്, സസ്പെൻഷൻ കിട്ടിയത് കാരണം എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ കുറച്ചു കാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ എന്താണ്, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഇതിനെ കൊണ്ട് മറച്ച് തന്റെ ബലഹീനതയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു പരാജയത്തിനെ അദ്ദേഹം അവിടെ ന്യായീകരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു തന്ത്രത്തിനെയാണ് നമ്മൾ യുക്തീകരണം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു പ്രതിരോധ സംവിധാനമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. എന്താണ് പ്രക്ഷേപണം നോക്കാം. അപ്പോ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു എന്നിരിക്കട്ടെ. ഇത്തരത്തിൽ അദ്ദേഹം നേരിടുന്ന ഒരു പരാജയത്തിനെ, ആ ഒരു പരാജയത്തിന്റെ കാരണം അല്ലെങ്കിൽ ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിയുടെ മേല് ചുമത്തുന്നതാണ് എന്ത്, പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മളൊരു എക്സാമ്പിളിലൂടെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ എളുപ്പം. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പൊ ആ ഒരു പരാജയപ്പെട്ടതിന്റെ കാരണം അദ്ദേഹം എന്ത് പറയാണ്, സിലബസിനെയോ അല്ലെങ്കിൽ അത് പഠിപ്പിച്ച ടീച്ചറിനെയോ അത് കാരണമാണ്, നേരം പോലെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ആ ഒരു കുട്ടി പെട്ടത് എന്നെല്ലാം ആ ഒരു കുട്ടി മറ്റുള്ളവരോട് പറയാണ്. എന്താണ്, അവന്റെ പരാജയം അവൻ മറ്റൊരാളുടെ മേൽ ചുമത്തുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സമായോജന തന്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് താദാത്മീകരണമാണ് അഥവാ ഐഡന്റിഫിക്കേഷൻ. എന്താണ് താദാത്മീകരണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു വ്യക്തിക്ക് ചിലപ്പോ അയാൾ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള ഒരു വിജയം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് നേടാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അത് സാധിച്ച ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ വിജയത്തിൽ അദ്ദേഹം സംതൃപ്തി നേടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മറ്റൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ വിജയത്തിൽ സംതൃപ്തി നേടുന്ന ആ ഒരു തന്ത്രത്തിനെയാണ് താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അയാൾക്ക് ഒരു നല്ലൊരു ജോബ് കിട്ടിയെന്ന് വിചാരിക്കുക. അയാൾ നല്ലൊരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, അയാളുടെ ആ ഒരു വിജയത്തിൽ ഈ വ്യക്തി എന്ത് ചെയ്യാണ്, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ സമായോജന തന്ത്രത്തിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. അതാണ് ഓക്കെ. അപ്പൊ താദാത്മീകരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇനി പറയാനുള്ളത് ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ.
ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഒരാള് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സമൂഹം അംഗീകരിച്ചു എന്ന് വരുമോ? അപ്പൊ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യം ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ച് അതിന് ലക്ഷ്യം നേടുന്ന ആ ഒരു പ്രക്രിയയാണ് ഉദാത്തീകരണം എന്നൊരു സമായോജന തന്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എന്താണ് ഈ സ്ഥലത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ചില വ്യക്തികളെല്ലാം ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ചിത്രരചനയിലൂടെയോ അപ്പൊ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ചിത്രത്തിലൂടെ ഒരു ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവിതയിലൂടെയോ കവിത രചിച്ചിട്ടോ അദ്ദേഹം സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോ ആ ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ കവിത രചിച്ചിട്ടോ അദ്ദേഹം തന്റെ ലക്ഷ്യം നേടുകയാണ്. അപ്പൊ ആ ഒരു ചിത്രം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയും. ചിലപ്പോൾ ആള് വിചാരിക്കുന്ന ഒരു കാര്യം ആളത് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അത് സൊസൈറ്റിക്ക് അംഗീകരിക്കുന്ന തരത്തിലുള്ളത് ആയിരിക്കില്ല. പക്ഷെ ഈ ഒരു രീതിയിലൂടെ അദ്ദേഹം അതിനെ മാറ്റിവിട്ട് ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ഒരു ലക്ഷ്യം അവിടെ നേടുകയാണ്. ഇതിനെയാണ് നമ്മൾ ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മള് ഇത്രയും നേരം നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടു. ഇനി അടുത്തതാണ് നിഷേധം. എന്താണ് നിഷേധം? നിഷേധം അത് ഡിനയൽ എന്താണ്? നമുക്കത് വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അത് അറിഞ്ഞില്ല, അത് കണ്ടില്ല, കേട്ടില്ല എന്നെല്ലാം നടിച്ച് നമ്മൾ നടക്കുകയാണ്. ഇപ്പൊ വിളിക്കുമ്പോൾ നമ്മൾ വിളി കേൾക്കാത്ത പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അത് കാണാത്ത പോലെ എല്ലാം നടിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ നിഷേധം അഥവാ ഡിനയൽ എന്നറിയപ്പെടുന്നത്. ഇതും പ്രധാനപ്പെട്ട ഒരു സമായോജന തന്ത്രം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് വിനിവർത്തനം അഥവാ പിൻവാങ്ങൽ. വിഡ്രോവൽ എന്ന് അറിയപ്പെടുന്നതാണിത്. വിനിവർത്തനം അഥവാ പിൻവാങ്ങൽ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും മാനസിക പിരിമുറുക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിലോ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ അപ്പൊ എന്താണ് നമ്മൾ സ്വീകരിക്കുക? ചിലപ്പോ ആ ഒരു ഒരു നമ്മൾ അതിൽ നിന്ന് നമ്മൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ അതിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും അല്ലെ? നമ്മളൊന്നും അറിയാത്ത രീതിയിൽ അങ്ങ് മാറി നിന്ന് ഒരു ഒട്ടകപക്ഷി മനോഭാവം സ്വീകരിക്കാം. ഒരു ഒട്ടകപക്ഷി മനോഭാവം എന്നും ഈ ഒരു മെത്തേഡിനെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോ മരുഭൂമിയിൽ ഇങ്ങനെ കാറ്റൊക്കെ വീശുമ്പോൾ ഒട്ടകപക്ഷി അതിന്റെ തല മണലിലേക്ക് പൂഴ്ത്തി വെക്കുന്ന ആ ഒരു രീതിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഒട്ടകപക്ഷി? ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കിതൊന്നും നേരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ഒട്ടകപക്ഷി തല മണലിലേക്ക് പൂഴ്ത്തി വെക്കാണ്. ഇതിനെ നമ്മൾ ഒട്ടകപക്ഷി മനോഭാവം എന്ന് അറിയപ്പെടാനുള്ള കാരണം അതാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മാനസിക സംഘർഷമോ എന്തെങ്കിലും വിഷമഘട്ടോ ഒക്കെ നമ്മൾ നേരിടുകയാണെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു തന്ത്രമാണ് പിൻവാങ്ങൽ അഥവാ വിനിവർത്തനം എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. നമുക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആശയം എന്നുള്ളത് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. റിഗ്രഷൻ എന്നും പറയാം നമുക്കിതിനെ. പ്രതിഗമനം അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത്തരത്തിൽ ലഭിച്ചിരുന്ന അംഗീകാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ലഭിക്കാതെ വരുവാണ്. തിരിച്ചത് നേടിയെടുക്കാൻ അപ്പൊ ഒരു പഴയ ഇതിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവാണ്. ഇതിനെയാണ് നമ്മൾ പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ലഭിച്ചിരുന്ന അംഗീകാരമെല്ലാം ലഭിക്കാതെ വരുമ്പോൾ അത് വീണ്ടും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തെയാണ് പശ്ചാത്ഗമനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പശ്ചാത്ഗമനം? നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു വീട്ടിലെ മൂത്ത കുട്ടി ആദ്യത്തെ കുട്ടിയാണ്. ആ കുട്ടിക്ക് രണ്ടാമതൊരു കുട്ടി ആ വീട്ടിൽ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം ലഭിച്ചിരുന്ന ആ ഒരു കെയറിങ്ങും പരിഗണനയും എല്ലാം ആ ഒരു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ എന്തായാലും കുറയും അല്ലെ? സ്വാഭാവികമായിട്ടും ആ ഒരു ആദ്യത്തെ കുട്ടിക്കുള്ള കിട്ടുന്ന ആ ഒരു അംഗീകാരം എല്ലാം സ്വാഭാവികമായിട്ടും കുറയും. അപ്പോ ആദ്യത്തെ കുട്ടി എന്ത് ചെയ്യാണ്? തിരിച്ച് വീണ്ടും അവരുടെ ആ ഒരു കെയറിങ്ങും ആ ഒരു അറ്റൻഷൻ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടി കാണിക്കുന്നത് പോലെ എല്ലാം കാണിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോ ബെഡിൽ യൂറിൻ പാസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കും അല്ലെ? അപ്പൊ ഇവനും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ചെറിയ കുട്ടിയെ പോലെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അത് ചെയ്യാണ്.
അപ്പൊ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചില മെത്തേഡ് ചില പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രതിരോധ സംവിധാനം കൂടി പഠിക്കാനുണ്ട്. അതാണ് ആക്രമണം അഥവാ അഗ്രഷൻ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. ഇപ്പൊ നമുക്ക് ഈ സൊസൈറ്റി നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയോട് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിരോധമോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ തനിക്ക് ദോഷം ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് പ്രതികരിക്കുകയാണ്, ആക്രമണത്തിലൂടെ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഇതിനെയാണ് നമുക്ക് ആക്രമണം അഥവാ അഗ്രഷൻ എന്ന് പറയാൻ പറ്റുക. ഇതും ഒരു തരത്തിലൊരു സമായോജന തന്ത്രമാണ്, ഒരു പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ് എല്ലാം ആണ് നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? എന്താണ് നമ്മൾ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അനുപോരണം അഥവാ കോമ്പൻസേഷൻ, ദമനം അഥവാ റിപ്രഷൻ, യുക്തീകരണം അഥവാ റേഷണലിസം, ഇനി എന്താണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ, താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ, ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ, നിഷേധം അഥവാ ഡിനയൽ, വിനിവർത്തനം അഥവാ പിൻവാങ്ങൽ അല്ലെങ്കിൽ വിഡ്രോവൽ എന്നും പറയും. ഇനി പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം, റിഗ്രഷൻ എന്നും പറയും. അതുപോലെ ആക്രമണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സമായോജന ക്രിയാതന്ത്രങ്ങളിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സമായോജന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോ ഈ താഴെ പറയുന്നവയിൽ ഒരു സമായോജന തന്ത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താണ് ഇതിലൊരു ഓപ്ഷൻ ഒറ്റൊന്നാണ് സമായോജന തന്ത്രമുള്ളൂ. അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ എ ഓപ്ഷൻ സഹതാപം, ബി സഹാനുഭൂതി, സി പ്രക്ഷേപണം, ഡി ദയ. അതിൽ ഏതാണ് നമ്മൾ പഠിച്ചതിൽ ഏതാണ് ഇതില് സമായോജന തന്ത്രമായിട്ട് വരുന്നത്? നമുക്കറിയാം അല്ലെ, ഓപ്ഷൻ സി പ്രക്ഷേപണമാണ്. പ്രക്ഷേപണമാണ് ഇതിൽ സമായോജന തന്ത്രമായിട്ട് വരുന്നത്. പ്രക്ഷേപണം എന്തായിരുന്നു? പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന പരാജയം മറ്റൊരാളുടെ മേല് പരാജയത്തിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ മേൽ ചുമത്തുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ പ്രക്ഷേപണം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് ഒരു സമായോജന തന്ത്രം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമായോജന തന്ത്രം ഏതാണ്? നമുക്ക് പറയാൻ പറ്റും അല്ലെ, അനുപൂരണം അഥവാ കോമ്പൻസേഷൻ ആണെന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻസ് ഉദാത്തീകരണം, പിൻവാങ്ങൽ, ദമനം, പ്രക്ഷേപണം. ഏതാണ്? ഓക്കെ, നമുക്കറിയാം ഉദാത്തീകരണം. നമുക്കൊന്നുകൂടി ക്ലിയർ ആക്കാം. എന്താണ് ഉദാത്തീകരണം? നമുക്കൊന്ന് നോക്കാം. മാനസിക സംഘർഷത്തെ ഒഴിവാക്കാൻ സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ ലക്ഷ്യം നേടുന്ന തന്ത്രം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അതിന്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടി ഓർത്ത് വെക്കാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്താണത്? അപ്പൊ ഒരു ദമ്പതികൾ എന്ത് ചെയ്യാണ്? അവർക്ക് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരു അനാഥാലയത്തിലെ കുട്ടികൾക്ക് അവര് എന്ത് കൊടുക്കുന്നു? അവർക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ തുണികളെല്ലാം നൽകിയിട്ട് അവരവിടെ ഒരു എന്താണ് ചെയ്യുന്നത്? ഉദാത്തീകരണം എന്നുള്ള ഒരു സമായോജന തന്ത്രത്തിലൂടെ അവരവരുടെ വിഷമങ്ങളെല്ലാം മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നെ ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? ഓക്കെ, ഉദാത്തീകരണം. അപ്പൊ നമ്മളത് കുറച്ച് ഓർത്തെടുത്താൽ തന്നെയാണ്, നമ്മൾ ഉദാഹരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയാൽ തന്നെയാണ് അല്ലെ ആ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പൊ ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്താണ് ഫ്രോയിഡിയൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രോയിഡിയൻ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം ആയിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം പറയുന്നുണ്ട്. അതിൽ ഏതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം? അതിൽ ഓപ്ഷൻസ് വരുന്നത് ധമനം, പ്രക്ഷേപണം, ഉദാത്തീകരണം, അനുപൂരണം. ഇതിൽ ഏതായിരിക്കും? ഓക്കെ, അപ്പൊ ഫ്രോയിഡ് പറയുന്ന അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴകൾക്കും കാരണം ധമനം ആണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പൊ ഇതൊരു UP എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സമായോജന ക്രിയാതന്ത്രങ്ങളെ കുറിച്ചാണ്. ഇത് സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സൈക്കോളജിയുടെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.